ഹായ് മക്കൾസ്, പ്രധാനപ്പെട്ട വെല്ലുവിളികൾ കുറഞ്ഞ സമയം കൊണ്ട് ഇനി എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ അതന്നെയാണ് വിചാരിക്കുന്നത്. +1 ഓരോ മക്കളും വിചാരിക്കുന്നത്, അത് സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, ആർട്സ്, സ്പോർട്സ്, ശാസ്ത്രമേള, എല്ലതും കൂടി ആകെ പെട്ടുകിടക്കായിരിക്കും കുറഞ്ഞ സമയം കൊണ്ട്. മക്കളെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യം ഇന്നെന്ന് പറയുമ്പോൾ ഒക്ടോബർ 14 കൃത്യം 7 മണിക്ക് നമ്മുടെ ഈ ചാനൽ എന്തുണ്ട്, സ്റ്റഡി പ്ലാൻ വരുന്നുണ്ട്. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കാം. ഇനി ആകെയുള്ള ദിവസങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു 50-55 ദിവസങ്ങളുള്ളൂ. ആ ദിവസങ്ങളിൽ എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതാണ് ഇത് വരുന്നത്. അപ്പോൾ മക്കളെ മറക്കണ്ട, ഇപ്പം തന്നെ നമ്മുടെ ചാനലിൽ എന്ത് വന്ന് കിടപ്പുണ്ട്, ഇന്നത്തെ സ്റ്റഡി പ്ലാൻ, മിഷൻ ക്രിസ്മസ് എക്സാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ട്. ആ സ്റ്റഡി പ്ലാൻ്റെ ലിങ്കൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോണ്ടു, ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിലേക്ക് ഇട്ട് വെച്ചോണ്ടു. കൃത്യം 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈവൊക്കെ തരാൻ പോവാണ്, യൂട്യൂബ് ലൈവൊക്കെ തരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ലൈവുകളാണ് വേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള നിങ്ങൾക്കും കൂടി സജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും ലൈവുകൾ തരും. ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ എഡ്യൂപോർട്ടിന് പ്രത്യേകിച്ച് എന്താണ് ഹ്യൂമാനിറ്റീസിൻ്റെ മക്കൾക്ക് വേറെ ഒരു പ്ലാറ്റ്ഫോമും ഇന്ന് കേരളത്തിൽ ഒരു ലൈവും ഒരു ക്ലാസ്സും കൊടുക്കുന്നില്ല. ഹ്യൂമാനിറ്റീസ് മക്കൾക്ക് എന്തോ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയ വിഷയങ്ങളായിട്ടാണ് പൊതുവേ സൊസൈറ്റിയിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നത് സയൻസും കൊമേഴ്സൊക്കെ ഒരു പക്ഷേ, അല്ലെങ്കിൽ സയൻസൊക്കെ ആണെങ്കിൽ കൊമേഴ്സും അതേപോലെ തന്നെ സൊസൈറ്റി കാണുന്നത് അങ്ങനെ കാര്യമായിട്ടൊന്നും പഠിക്കാനൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ സയൻസാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് തോന്നൽ. സയൻസിലൊരു മാത്തമാറ്റിക്സ് സ്കില്ലാണെങ്കിൽ ഇവിടെ ഒരുപാട് വായിച്ചെടുക്കാനുണ്ട്, വർഷങ്ങൾ പഠിക്കാനുണ്ട്, തിയറീസ് പഠിക്കാനുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ ചെയ്ത് പഠിക്കലായിരിക്കും ഈസി. എല്ലാ വിഷയത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സംഭവമുണ്ട്. പക്ഷേ നമ്മളെന്താ കാണുന്നത്, നമ്മൾ കാണുന്നത് ഹ്യൂമാനിറ്റീസർക്ക് എന്തിനാ ട്യൂഷൻ, ഹ്യൂമാനിറ്റീസർക്ക് എന്തിനാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇന്ന് സ്റ്റഡി പ്ലാനിൽ വാ. നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളും എല്ലാവരും +1 പഠിക്കുന്ന ആരുമാവട്ടെ, ഹ്യൂമാനിറ്റീസിൻ്റെ മക്കളൊക്കെ തള്ളിപ്പറഞ്ഞവരായിട്ട് അവരെയും കൂടി കാണിക്കാം. ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കുള്ളതാണ് മക്കളെ. ഫുൾ മാർക്കിലേക്ക് വന്നിട്ട് സ്കൂളിൻ്റെ അഭിമാനമായിട്ട് നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കണം വരേണ്ടത്. അപ്പം നിങ്ങൾക്ക് സ്കൂളിലത്തെ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിനോടൊക്കെ പറയാം, കണ്ടോ സ്കൂളിൻ്റെ അഭിമാനമായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ ഹ്യൂമാനിറ്റീസുകാരാണ്, സ്കൂളിൽ അഭിമാനമായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ കൊമേഴ്സുകാരാണ്. ഇനി സയൻസുകാർക്ക് പറയാം, കണ്ടോ ഞങ്ങൾ സയൻസുകാരാണ് സ്കൂളിൻ്റെ അഭിമാനമായിട്ട്. അപ്പോൾ ഇതൊരു നിങ്ങളൊരു വാശിയായിട്ട് എടുക്കാം. ഈ വാശി വിജയിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിനി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം, പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിട്ടും ഒരു റിസോഴ്സും കിട്ടുന്നില്ല, എവിടുന്നാണ് ഇതിൻ്റെ സോഴ്സ്, ഞങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടൻറ് എവിടുന്ന് കിട്ടും എന്നുള്ളതൊക്കെ വിചാരിച്ചിരിക്കുന്നതാണെങ്കിൽ കൃത്യമായിട്ടുള്ള കണ്ടൻറ്റുകൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൃത്യം 7 മണിക്ക് നമ്മളൊരു സ്റ്റഡി പ്ലാൻ വെക്കുന്നുണ്ട്. ഇന്ന് തന്നെയാണ്, ഇന്നെന്ന് പറയുമ്പോൾ ഒക്ടോബർ 14 ചൊവ്വാഴ്ച. എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വരണേ മക്കളെ. കൃത്യം 7 മണി എന്നുള്ളത് 7:01 ആവാതെ തന്നെ നിങ്ങൾ വരണം. സെറ്റാക്കണം, നമുക്ക് പൊളിക്കണം. ബൈ ബൈ.